ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ന്യൂ SRT സീരീസിലെ അടുത്തൊരു ക്ലാസ്സിലാണ്. നമ്മൾ ഇതുവരെ അടിസ്ഥാന ശാസ്ത്രം സ്റ്റാൻഡേർഡ് 7 ഭാഗം 2 പഠിച്ചുകൊണ്ട് വന്നിരുന്നത്. ഇന്നലെ നമ്മൾ ഇതിലൊരു അധ്യായം പകുതി വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ ഒരു അധ്യായം? മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാടീയ ഏകോപനം എന്നതാണ്. ഈ ഒരു അധ്യായം നമ്മൾ ഇന്നലെ തുടങ്ങി രക്തപര്യനം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു അധ്യായത്തിൻ്റെ എവിടെ വെച്ച് നമ്മൾ നിർത്തിയോ അവിടെ നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ ഒരു അധ്യായം പൂർത്തിയാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ഏതാണ്? മനുഷ്യ ശരീരം ഒരു വിസ്മയം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു അധ്യായം ആരംഭിച്ച് രക്തപര്യനത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ലോക ഹൃദയ ദിനമെന്ന്. കുറേ കുട്ടികൾ കമൻറ്റ് ചെയ്ത് കണ്ടു. വെരി ഗുഡ്. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച് നിർത്തിയോടത്തുനിന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. എവിടെയാണ്? വിസർജന വ്യവസ്ഥ, എക്സ്ക്രീറ്ററി സിസ്റ്റം തൊട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് എക്സ്ക്രീറ്ററി സിസ്റ്റം അഥവാ വിസർജന വ്യവസ്ഥ എന്നുള്ളത്? നമ്മളിവിടെ ദഹനം, രക്തപര്യനം, ശ്വസനം എന്നീ ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ പഠിച്ചു. ഇനി ശ്വസന ഫലമായി ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ശരീരത്തിൽ നിന്ന് പുറന്തള്ളണ്ടേ? അതിനായിട്ട് നമ്മൾ ഏത് അവയവമാണ് ഉപയോഗിക്കുന്നത്? ശ്വാസകോശമല്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തിൽ മറ്റെന്തൊക്കെ വിസർജന വസ്തുക്കളുണ്ട്? ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളണ്ടേ? ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ വിസർജനം എന്ന് പറയുന്നത്. വിസർജനം അഥവാ എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം അഥവാ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് നമ്മൾ വിസർജനം എന്ന് പറയുന്നത്. വിസർജനം. ഇനി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണ്? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് വൃക്കകൾ. വൃക്കകൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് വൃക്കകൾ. ഇവ മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായി പ്രവർത്തിക്കുന്നു. ഇവയുടെ ആകൃതി എന്താ? ഇതാണ് വൃക്കകൾ. ഈ വൃക്കകളുടെ ആകൃതി എന്താ? പയറുമണിയുടെ ആകൃതിയല്ലേ? പയറ് വിത്തിൻ്റെ ആകൃതിയിലാണ് ഇവ കാണപ്പെടുന്നത്. എവിടെയാണ് ഇവയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥലം എവിടെയാണ് വരുന്നത്? വൃക്കകൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇത് ഇവിടെ നൽകിയിട്ടുണ്ട്. പയറ് വിത്തിൻ്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു. നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഇവ കാണപ്പെടുന്നത്. പയറുമണിയുടെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിക്കേ, ഇതാണ് വൃക്കയുടെ ഒരു ഭാഗം തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വൃക്ക. ഇവിടെ വൃക്കാധമനി എന്നും വൃക്കാസിര എന്നും നൽകിയിട്ടുണ്ട്. മൂത്രവാഹി, മൂത്രാശയം, ഇതാണ് ആ ഒരു സംവിധാനം. അപ്പോൾ ഇവിടെ വൃക്കാധമനി, എന്താണ് വൃക്കാധമനി എന്ന് പറയുന്നത്? വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന ഏതാണ്? വൃക്കാധമനിയാണ്. ഈ വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു അരിപ്പ പോലെയാണ് മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ പ്രവർത്തിക്കുന്നത്. ഇവയൊക്കെ ഒരു അരിക്കലിന് ശേഷം വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. അതായത് ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ എന്ത് ചെയ്യും? മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും. അതായത് ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് ഏത് അവയവമാണ് സഹായിക്കുന്നത്? വൃക്കകളാണ്. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് വൃക്കകൾ ഒരു അരിപ്പ പോലെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. ഒരു ശരിയായിട്ടുള്ള അളവിൽ നമ്മുടെ ശരീരത്തിൽ ജലം, ലവണങ്ങൾ എന്നിവയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുന്നത് വൃക്കകളുടെ പ്രവർത്തനം മൂലമാണ്.
ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വൃക്കകളും അവയുടെ പ്രവർത്തനവും. അപ്പോൾ വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ, രക്തക്കുഴൽ ഏതാണ്? വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. വൃക്കയിൽ നിന്ന് രക്തം തിരികെ കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണ്? അത് വൃക്കാസിരയാണ്. വൃക്കാധമനി, വൃക്കാസിര എന്നീ രക്തക്കുഴലുകളിലെ രക്തത്തിന് എന്ത് വ്യത്യാസമാണ് ഉള്ളത്? എന്ത് വ്യത്യാസമാണ്? ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചത് വെച്ച് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വൃക്കയിൽ നിന്നും മൂത്രം കൊണ്ടുപോകുന്ന കുഴൽ ഏതാണ്? ഇതെവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. വൃക്കയിൽ നിന്നും മൂത്രം കൊണ്ടുപോകുന്ന കുഴൽ ഏതാണ്? മൂത്രവാഹിയാണ്. ശേഷം അടുത്ത ചോദ്യം എന്താ? വിസർജന വ്യവസ്ഥയിലെ ഏത് ഭാഗത്താണ് മൂത്രം ശേഖരിക്കുന്നത്? മൂത്രം ശേഖരിക്കപ്പെടുന്നത് മൂത്രാശയത്തിലാണ്. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ വരെ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ഇവിടെ താഴെ തന്നിട്ടുള്ള ഈ ഒരു ഡോക്ടറും കുട്ടിയുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണം നോക്കാം. ഡോക്ടർ: മൂത്രം ഒഴിക്കുമ്പോൾ എനിക്ക് പുകച്ചിലും വേദനയും അനുഭവപ്പെടുന്നു. കൂടാതെ അടിവയറ്റിലും വേദനയുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ലേ? ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാറില്ലേ? അപ്പോൾ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കേണ്ടി വരുമെന്നതിനാൽ ഞാൻ സ്കൂളിൽ പോയാൽ കുറച്ച് വെള്ളം മാത്രമേ കുടിക്കൂ. വീട്ടിൽ തിരിച്ചെത്തിയേ മൂത്രം ഒഴിക്കൂ. ആ ഒരു സാഹചര്യം കുറച്ച് പ്രശ്നമാണ് കേട്ടോ. ഡോക്ടർ എന്താണ് പരിഹാരം പറയുന്നതെന്ന് നോക്കാം. വൃക്കകൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ദീർഘനേരം മൂത്രം ഒഴിക്കാതിരുന്നാൽ മൂത്രവാഹിയിലും മൂത്രാശയത്തിലും രോഗാണുക്കൾ പെരുകി മൂത്രാശയ ബാധയുണ്ടാകും. ഇതൊരു സീരിയസ് കണ്ടീഷനാണ് കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് പറയാം. ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും യഥാസമയം മൂത്രമൊഴിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഡോക്ടർ പറഞ്ഞത്? വൃക്കകൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്ന വെള്ളം ശരീരത്തിലെത്തണം. ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രവാഹിയിലും മൂത്രാശയത്തിലും രോഗാണുക്കൾ പെരുകുകയും മൂത്രാശയ അണുബാധയുണ്ടാവുകയും ചെയ്യും. ഇത് അടിവയറ്റിൽ വേദന ഉണ്ടാക്കുകയും മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിലും വേദനയും അനുഭവപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ശരിയായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കേണ്ടതിൻ്റെ ആവശ്യം മനസ്സിലായല്ലോ. ഇനി വൃക്കകളെ സംരക്ഷിക്കണം. വൃക്കകളെ സംരക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വൃക്കയുടെ ഭാഷയിൽ തന്നെ നൽകിയിട്ടുണ്ട്. പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കണേ. ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കണേ. അനാവശ്യമായ മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കണേ. ദിവസവും ഏകദേശം 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണേ. കൃത്രിമ പാനീയങ്ങളുടെ അമിതോപയോഗം ഒഴിവാക്കണേ. ദിവസവും വ്യായാമം ചെയ്യണേ. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്താൽ വൃക്കയെ സംരക്ഷിക്കാനാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കണം, ദിവസവും വ്യായാമം ചെയ്യണം, ഉപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കണം, കൃത്രിമ പാനീയങ്ങളുടെ അമിതോപയോഗം ഒഴിവാക്കണം, ദിവസവും ഏകദേശം 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം, അനാവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗവും കുറയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് വൃക്കകളെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി വൃക്കകൾ തകരാറിലായാൽ എന്ത് ചെയ്യും? വൃക്കകൾ തകരാറിലാവുകയാണ് എങ്കിൽ വൃക്ക തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാനായി സാധിക്കും? ഒന്നാമത് ഡയാലിസിസ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ, ഡയാലിസിസ്. മറ്റൊന്നാണ് വൃക്ക മാറ്റിവെക്കൽ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പം എന്താണത്? ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്കയെടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വെച്ചു പിടിപ്പിക്കുന്നതിനെയാണ് വൃക്ക മാറ്റിവെക്കൽ എന്ന് പറയുന്നത്. വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ച് വന്നാൽ മാത്രമേ ഈ വൃക്ക മാറ്റിവെക്കൽ സാധ്യമാവുകയുള്ളൂ. ഇനി ഇവിടെ എന്താണ് പറയുന്നത്? 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 18 വയസ്സ് പൂർത്തിയായ ആരോഗ്യമുള്ള ഏതൊരാൾക്കും വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
ഇനി മറ്റ് വിസർജനാവയവങ്ങൾ, നമ്മളിപ്പോൾ വൃക്കയെക്കുറിച്ച് പഠിച്ചു. ഒരു വിസർജനാവയവമാണ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസർജനാവയവമാണ് വൃക്ക. മറ്റ് വിസർജനാവയവങ്ങൾ നോക്കാം. വേനൽക്കാലത്തും മഴക്കാലത്തും നമ്മുടെ ശരീരത്തിൽ വിയർപ്പുണ്ടാകാറുണ്ട്. അതെങ്ങനെ പുറത്തു പോകും? ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ എന്തെല്ലാം പുറത്തു പോകുന്നുണ്ട്? അപ്പോൾ നമ്മുടെ ത്വക്കിലൂടെയാണ് വിയർപ്പ് പുറത്തു പോകുന്നത്. ഈ പുറത്തു പോകുന്ന വിയർപ്പിൽ ജലം, ലവണങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ജലവും ലവണവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് വിയർപ്പ് എന്നുള്ളത് ഇവിടെ താഴെ നൽകിയിട്ടുണ്ട്. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക, സ്പർശം അറിയുക എന്നിവയും ത്വക്കിൻ്റെ ധർമ്മങ്ങളാണ്. അതായത് എന്താണ് വിയർപ്പ് എന്ന് പറഞ്ഞത്? ത്വക്കിനെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. ഈ വിയർപ്പിലൂടെ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുള്ള ജലവും ലവണങ്ങളുമൊക്കെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായിട്ട് പോകുന്നതിനായിട്ട് താപം നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ട് വിയർപ്പ് ബാഷ്പമായി പോകുന്നു. ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താനായിട്ട് വിയർപ്പ് സഹായിക്കുന്നു. ഇനി ത്വക്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ത്വക്കിൻ്റെ ധർമ്മങ്ങൾ എന്നുള്ളത്, ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ ധർമ്മം ഇതാണ്. രണ്ടാമത് നമുക്ക് പറയാം, ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നതിനായിട്ട് സഹായിക്കുന്നു. മൂന്നാമത് നമുക്ക് പറയാം, ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. ശരീരത്തിൽ സ്പർശമറിയാനായിട്ട് നമ്മെ സഹായിക്കുന്നതും ത്വക്കാണ്. അപ്പോൾ ഇതെല്ലാം ത്വക്കിൻ്റെ ധർമ്മങ്ങളായി നമുക്ക് പറയാനായി സാധിക്കും. ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പുകൾ പുറത്തു വരുന്നത്. ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയാൽ എന്ത് സംഭവിക്കും? രോഗങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് നമ്മളെടുത്ത് വൃത്തിയായി ശരീരം സൂക്ഷിക്കണമെന്ന് പറയുന്നത്. കുളിക്കുന്ന സമയത്ത് ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതിൻ്റെ ആവശ്യകത അതാണ്. ത്വക്കിൽ സ്വേദഗ്രന്ഥിയിൽ നിന്നുള്ള വിയർപ്പ് പുറത്തു പോകാതെ സൂക്ഷ്മ സുഷിരങ്ങളൊക്കെ അടഞ്ഞു പോയാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി രോഗങ്ങളുണ്ടാകും. ആ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കുളിക്കുന്ന സമയത്ത് ത്വക്ക് നന്നായിട്ട് വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആരോഗ്യ സംരക്ഷണത്തിൽ വ്യക്തി ശുചിത്വം ഇത്രത്തോളം പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലായല്ലോ. ഇനി വൃക്ക, ത്വക്ക് എന്നിവ നമ്മൾ പഠിച്ചു. ശ്വാസകോശം, കരൾ എന്നിവയും വിസർജന പ്രക്രിയയിൽ പങ്കുവഹിക്കുന്നു. നമ്മൾ ശ്വാസകോശത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു എന്നുള്ളത്, അതും ഒരു വിസർജനാവയവം തന്നെയാണ്. അപ്പോൾ അവയ്ക്ക് നമുക്ക് നോക്കാം. ശ്വാസകോശം, കരൾ എന്നിങ്ങനെ. ശ്വാസകോശം, കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് ആരാണ്? ശ്വാസകോശമാണ്. ശ്വാസകോശം. ഇനി കരൾ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ എന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥം ഏതാണ്? പിത്തരസമാണ് കേട്ടോ. പിത്തരസം. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ നശിപ്പിക്കുന്നത് കരളാണ്. ഈ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് എന്നുള്ളത് നേരത്തെ PSC ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. കരളാണ്. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ കരൾ നശിപ്പിക്കുന്നു. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പിത്തരസം അഥവാ ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നതും ആരാണ്? കരളാണ്. അപ്പോൾ കരളിൻ്റെ ധർമ്മങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്തെല്ലാമാണ്? രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായിട്ടുള്ള രാസവസ്തുക്കളെ കരൾ നശിപ്പിക്കുന്നു. കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസം അഥവാ ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നു. പോഷക ഘടകങ്ങൾ വിഘടിക്കുന്ന സമയത്തുണ്ടാകുന്ന ശരീരത്തിന് ഹാനികരമായിട്ടുള്ള അമോണിയയെ കരൾ എന്ത് ചെയ്യുന്നു? താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നു. ഇനി നമ്മൾ നാഡീവ്യവസ്ഥയിലേക്ക് കടക്കുകയാണ്. നാഡീവ്യവസ്ഥ അഥവാ നെർവസ് സിസ്റ്റം. എന്താണ് നാഡീവ്യവസ്ഥ?
ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ വിവിധ അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതായത് നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനത്തിലൂടെയാണ് എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഏകോപനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? അതിനെയാണ് ഇവിടെ നാഡീവ്യവസ്ഥ എന്ന ഉത്തരം നമുക്കിവിടെ തരുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുപ്ന, നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. നാഡീവ്യവസ്ഥ എന്താണ്? മസ്തിഷ്കം, സുഷുപ്ന, നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം എന്നത്. മസ്തിഷ്കം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം. മസ്തിഷ്കം സ്കള്ളിനുള്ളിൽ, തലയോട്ടിക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരപ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. ഇവിടെ കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രമായിട്ടാണ് മസ്തിഷ്കം അറിയപ്പെടുന്നത്. ഏറ്റവും ആധുനികമായിട്ടുള്ള കമ്പ്യൂട്ടർ പോലും കാര്യക്ഷമതയിൽ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പിന്നിലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള കഴിവ് മാത്രമാണ് കമ്പ്യൂട്ടറിനുള്ളത്. എന്നാൽ നമ്മുടെ മസ്തിഷ്കത്തിനാകട്ടെ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും സാധിക്കും. ഇത് ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോഴും, അതായത് മസ്തിഷ്കം ഉറങ്ങുമ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് നാഡീവ്യവസ്ഥ എന്നത്. ആയതിനാൽ തന്നെ മദ്യം, മയക്കുമരുന്ന് പോലെയുള്ളവയുടെ ഉപയോഗം ഈ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു മസ്തിഷ്കത്തിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്? വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. അതുകൂടാതെ കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. ഇനി മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കവചത്തിൻ്റെ പേരെന്താണ്? സ്കൾ അഥവാ തലയോട്ടി. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുപ്ന, നാഡികൾ ഇവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ. ഇനി കൗമാരവും ആരോഗ്യവും. കൗമാരവും ആരോഗ്യവും. എന്താണ് കൗമാരം അല്ലെങ്കിൽ കൗമാരപ്രായം എത്രയാണ്? 10 മുതൽ 19 വരെയാണ്. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് കൗമാരം എന്ന് പറയുന്നത്. കൗമാരം ജീവശാസ്ത്രപരമായിട്ട് ഒട്ടേറെ സവിശേഷതകളുള്ള കാലമാണ് കൗമാരം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഒരു ജൈവ പ്രക്രിയ എന്ന നിലയിൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാലം കൂടിയാണ് ഈ കൗമാരകാലം. അതായത് തലച്ചോറിൻ്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വളർച്ച, പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ, കൗമാര കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, കൗമാര കാലഘട്ടത്തിൽ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കൗമാര കാലഘട്ടത്തിൽ ആൺകുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ആദ്യം തന്നിട്ടുള്ളത്. ഇവിടെ വളർച്ച ത്വരിതപ്പെടുന്നു. ആൺകുട്ടികളിൽ കൗമാര കാലഘട്ടത്തിൽ വളർച്ച ത്വരിതപ്പെടുന്നു. പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു. ജനനേന്ദ്രിയ ഭാഗം, കക്ഷം, മാറിടം, മുഖം എന്നീ ശരീരഭാഗങ്ങളിൽ രോമ വളർച്ച ഉണ്ടാകുന്നു. ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു. ബീജോൽപാദനം ആരംഭിക്കുന്നു. ഇതുപോലെ തന്നെ പെൺകുട്ടികളിലും മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രകടമാണ്. വളർച്ച ത്വരിതപ്പെടുന്നു. പ്രത്യുൽപാദന അവയവങ്ങൾ, സ്തനങ്ങൾ എന്നിവയുടെ വളർച്ച വേഗത്തിലാകുന്നു. ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു. ശബ്ദ സൗകുമാര്യം കൂടുന്നു. അണ്ടോത്സർജനം തുടങ്ങുന്നു.
ആർത്തവം ആരംഭിക്കുന്നു. അപ്പോൾ ഇത്രയധികം മാറ്റങ്ങൾ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഈ ഒരു കാലഘട്ടത്തിൽ, കൗമാര കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇനി എന്താണ് ആർത്തവം? എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. ഗർഭാശയത്തിൻ്റെ ആന്തരപാളിയിൽ ധാരാളം രക്തലോമികകളും കലകളും രൂപപ്പെടുന്നു. എന്നാൽ ഗർഭധാരണം നടക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഈ ഒരുക്കങ്ങളൊക്കെ വെറുതെയാവുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഈ രക്തലോമികകൾ പൊട്ടുകയും ഈ രക്തലോമികകളും മറ്റ് കലകളും ചേർന്ന് ഗർഭാശയ ഭിത്തിയിൽ നിന്ന് അടർന്ന് ഇവ രക്തത്തോടൊപ്പം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഈ ഒരു പ്രക്രിയയാണ് ആർത്തവം എന്ന് പറയുന്നത്. ആർത്തവം ഈ പ്രക്രിയ 7 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. അതുകൂടാതെ ഈ സമയങ്ങളിൽ ശരീരത്തിന് ചില മാറ്റങ്ങൾ അനുഭവപ്പെടും. അതായത് ആർത്തവത്തിന് മുന്നോടിയായും ആർത്തവ സമയത്തും കലശലായിട്ടുള്ള അടിവയർ വേദന, ഛർദി, നടുവേദന, കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതുകൂടാതെ ചിലർക്ക് അമിതമായിട്ടുള്ള ദേഷ്യം, ഉത്കണ്ഠ എന്നിവയുമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം ഈ ഒരു ശാരീരിക മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് ശരീരത്തിന്. ആർത്തവം ഏകദേശം ഓരോ 28 ദിവസം കൂടുമ്പോഴും ഉണ്ടാകേണ്ട ഒരു ശാരീരിക പ്രക്രിയയാണ്. ഇപ്പോൾ 28 മുതൽ 32 ദിവസം വരെയൊക്കെ കണക്കാക്കി പറയാറുണ്ട്. ഇതിൽ ചെറിയ തോതിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും ചെയ്യും. ആർത്തവം കൃത്യമായി നടക്കേണ്ട ഒരു ശാരീരിക പ്രക്രിയയാണ്. ആർത്തവം കൃത്യമായി ഉണ്ടായില്ല എങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ആർത്തവം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ആർത്തവ ശുചിത്വം, അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എങ്ങനെയാണ് എന്ന് നോക്കാം, എന്താണ് എന്ന് നോക്കാം. ആർത്തവ കാലത്തുണ്ടാകുന്ന ഒരു രക്തസ്രാവം വലിച്ചെടുക്കാൻ പെൺകുട്ടികൾ ഇപ്പോൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ, മെൻസ്ട്രൽ കപ്പ്, ഇവയൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് എന്തെല്ലാമാണ് ഇവയുടെ ഗുണഗണങ്ങൾ, എന്തെല്ലാമാണ് ഇവയുടെ ദോഷങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആർത്തവ ശുചിത്വവുമായി ബന്ധപ്പെട്ട് ആർത്തവ കാലത്ത് സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകളും അസൗകര്യങ്ങളും എന്തൊക്കെയാണ് എന്നിവിടെ ചോദിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് മേന്മകൾ? സാനിറ്ററി നാപ്കിൻ ആണെങ്കിൽ ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഇവയ്ക്ക് അണുബാധയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ്, സൗകര്യപ്രദമാണ്, കൂടാതെ വിലക്കുറവുമാണ്. ഇനി എന്തൊക്കെയാണ് ഇവയുടെ അസൗകര്യങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇവിടെ ആദ്യം തന്നിട്ടുണ്ട് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. കാരണം എന്താ? ഇത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യും. നിർമ്മാർജ്ജനം കൃത്യമായി നടന്നില്ല എങ്കിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മാറ്റേണ്ട ആവശ്യമുണ്ട്. ഇത് അണുബാധയിലേക്ക് നയിക്കുമില്ലെങ്കിൽ, കൃത്യമായ സമയങ്ങളിൽ മാറ്റിയിട്ടില്ല എങ്കിൽ ഈ ഒരു സാനിറ്ററി നാപ്കിൻ അണുബാധയിലേക്ക്, ചർമ്മത്തിൽ അണുബാധ ഉണ്ടാക്കുന്നതിനായിട്ട് സാധ്യതയുണ്ട്. ചർമ്മത്തിൽ ചൊറിച്ചിലും തിണർപ്പും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോഴാണ് മെൻസ്ട്രൽ കപ്പ് എന്നൊരു ഓപ്ഷൻ ഉള്ളത്. എന്താണ് മെൻസ്ട്രൽ കപ്പ്? ഇവിടെ ഈ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഇതാണ് മെൻസ്ട്രൽ കപ്പ്. ആർത്തവ സമയത്ത് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ മെൻസ്ട്രൽ കപ്പുകൾ ഇന്ന് ലഭ്യമാണ്. ഈ മെൻസ്ട്രൽ കപ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഈ മെൻസ്ട്രൽ കപ്പ് എന്നത് ഉപയോഗശേഷം കഴുകി ഉപയോഗിക്കാവുന്ന, അതായത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. മാത്രമല്ല ഇവ പരിസ്ഥിതി സൗഹൃദവുമായിട്ടുള്ള ഒരു വസ്തു കൂടിയാണ്. അത് മാത്രമല്ല ഇവയ്ക്ക് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എന്തുകൊണ്ടും ഇവ കുറച്ചുകൂടി ഉപയോഗപ്രദമാണ് എന്നാണ് പറയപ്പെടുന്നത്. ആയതിനാൽ തന്നെ മെൻസ്ട്രൽ കപ്പുകളുടെ ഉപയോഗം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. എന്തു തന്നെ ആയിരുന്നാലും മെൻസ്ട്രൽ കപ്പ് ആവട്ടെ, സാനിറ്ററി നാപ്കിനുകളാവട്ടെ, തുണികളാവട്ടെ, ഇവയെല്ലാം ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ അണുനാശിനി ഉപയോഗിച്ചോ വൃത്തിയായി കഴുകണം. സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ശുചിത്വത്തിൻ്റെ ഭാഗമായി ഇവ 4-5 മണിക്കൂറിനുള്ളിൽ മാറ്റാനായിട്ടും ശ്രദ്ധിക്കണം. ഇവിടെ മെൻസ്ട്രൽ കപ്പിൻ്റെ മറ്റൊരു ഉപയോഗം വരുന്നത്, മെൻസ്ട്രൽ കപ്പ് കൂടുതൽ നേരം നിൽക്കും. അതായത് 8 മുതൽ 12 മണിക്കൂർ വരെ മെൻസ്ട്രൽ കപ്പുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സാനിറ്ററി നാപ്കിനുകൾ 4 മുതൽ 5 മണിക്കൂർ വരെ മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ സമയത്തിനുള്ളിൽ അത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇത് ശുചിത്വത്തിൻ്റെ ഭാഗമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. ഇനി കൗമാരകാലത്തെ ഭക്ഷണം.
കൗമാരകാലത്ത് എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളത് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണ്? ഒരുപാട് ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. കൗമാരകാലത്ത് ശരീര വളർച്ച ദ്രുതഗതിയിലാണ്. ആർത്തവകാലത്ത് പെൺകുട്ടികളിൽ ശരാശരി 0.6 ലിറ്റർ രക്തം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രക്തനഷ്ടം, ദ്രുതഗതിയിലുള്ള വളർച്ച ഇവയൊക്കെ പരിഗണിച്ചുകൊണ്ട് കൗമാരകാലത്തെ ഭക്ഷണ രീതി കൃത്യമായി ക്രമീകരിച്ച് ശരീരത്തെ നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ശരീരം സംരക്ഷിക്കുന്നതിനായിട്ട് ആവശ്യമായ എല്ലാ പോഷകങ്ങളും നൽകുന്ന സമീകൃത ആഹാരം ഉപയോഗിക്കാനായിട്ട്, സമീകൃത ആഹാരം കഴിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കണം. മാംസം, മത്സ്യം, മുട്ട, ബീൻസ്, അണ്ടിപ്പരിപ്പ് തുടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കണം. തവിട്ട് അരി, ഗോതമ്പ് ബ്രെഡ്, ഓട്സ് തുടങ്ങിയ ധാന്യങ്ങൾ പോലെയുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. പഴങ്ങളും പച്ചക്കറികളും വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവയാൽ സമ്പന്നമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനായി ശ്രദ്ധിക്കണം. പാൽ ഉൽപ്പന്നങ്ങളായിട്ടുള്ള പാല്, ചീസ്, തൈര് എന്നിവയൊക്കെ കഴിക്കാനായി ശ്രദ്ധിക്കണം. ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകൾ, അവോക്കാഡോ, പരിപ്പ്, വിത്തുകൾ, ഒലീവ് ഓയിൽ എന്നിവ കഴിക്കണം. ഇതിലെല്ലാം ഉപരിയായിട്ട് ധാരാളം വെള്ളം കുടിക്കണം. ഇവയെല്ലാം ശ്രദ്ധിച്ചാൽ നമ്മുടെ ആ ഒരു ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. കൗമാര വളർച്ചയ്ക്കും വികാസത്തിനുമായിട്ടുള്ള ആ ഒരു കാലഘട്ടം നല്ല സമീകൃത ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ലൈംഗിക ചൂഷണം. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വിവിധ തരത്തിലുള്ള ശാരീരിക, മാനസിക, ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. സ്വന്തം വീടുകൾ പോലും സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥ കൂടി നമ്മളിപ്പോൾ കാണാറുണ്ട്. സ്വന്തം വീടുകൾ, ബന്ധുവീടുകൾ, വാഹനങ്ങൾ, വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വെച്ചാണ് പലപ്പോഴും പീഡനങ്ങൾക്ക് ഇരയാകുന്നത്. ഇവിടെ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ല. കുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. അത് അവരുടെ അവകാശമാണ്. ആ ഒരു സാഹചര്യത്തിൽ ബന്ധുക്കൾ, സഹപാഠികൾ, കൂട്ടുകാർ, അപരിചിതർ എന്നിവരുമായി ഇടപഴകുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്തെല്ലാമാണ്? അനുവാദമില്ലാതെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നവർ, ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നവരും നോക്കുന്നവരും, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കാണാൻ പ്രേരിപ്പിക്കുന്നവർ, കൃത്രിമ സ്നേഹം കാണിക്കുന്നവരും ഉപഹാരങ്ങൾ നൽകുന്നവരും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യം വരികയാണ് എങ്കിൽ മാതാപിതാക്കളോടോ സഹപാഠികളോടോ അധ്യാപകരോടോ സ്കൂൾ കൗൺസിലർ തുടങ്ങിയവരോട് ഭയമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയാൻ കുട്ടികൾക്ക് സാധിക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകണം. ഇനി നമ്മുടെ ശരീരഭാഗത്ത് മറ്റൊരാൾ സ്പർശിക്കുന്ന സമയത്ത് മോശമായിട്ടുള്ള സ്പർശനമാണ് എന്ന് തിരിച്ചറിയാൻ കുട്ടിക്ക് സാധിക്കണം. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് ശക്തമായി പറയാൻ ആ കുട്ടി ശീലിച്ചിരിക്കണം. ഇതും ആ കുട്ടിയുടെ പഠന അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ, ഇത്തരത്തിലൊരു പീഡനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യം അറിയിക്കണം, മറ്റുള്ളവരെ അറിയിക്കണം എന്ന് ഒരു സാഹചര്യം വന്നു, വേണ്ടപ്പെട്ടവരോട് തുറന്നു പറഞ്ഞു, എന്നിട്ടും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098 1098 എന്നതാണ്. 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്നത്. മാതാപിതാക്കൾ, സഹപാഠികൾ, അധ്യാപകർ, സ്കൂൾ കൗൺസിലർ തുടങ്ങിയവരോട് ഭയമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയണം. ശരീരഭാഗത്ത് മറ്റൊരാൾ സ്പർശിക്കുമ്പോൾ മോശമായിട്ടുള്ള സ്പർശനം തിരിച്ചറിഞ്ഞ് നോ എന്ന് ശക്തമായി പറയാൻ ശീലിക്കണം. വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടുള്ള 1098 വിളിക്കാവുന്നതുമാണ്. കാരണം എന്താണ്? എല്ലാതരം ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുക, സുരക്ഷ ലഭിക്കുക എന്നത് ഓരോ കുട്ടിയുടെയും അവകാശമാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ നേരത്തെ ചോദിച്ചിട്ടുണ്ട്, PSC ചോദിക്കാറുണ്ട്, 1098 അപ്പോൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇതോടെ നമ്മുടെ ഈ ഒരു അധ്യായം പൂർത്തിയാവുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.